നമസ്കാരം. നമ്മളിന്ന് കൊല്ലത്ത് 78 വയസ്സിൽ ഒരാൾക്ക് എന്തൊക്കെ ചെയ്യാം, 78 വയസ്സുള്ള ഒരാൾക്ക് എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം, എങ്ങനെ ജീവിതം പ്രകാശപൂർണ്ണമാക്കും, അങ്ങനെയുള്ള ഒരാളുടെ അടുത്താണ് ഇന്ന് ലല്ലു സ്പീക്ക്. കൊല്ലം കല്ലുംതാഴം സ്വദേശി പ്രകാശൻ ഗുരുക്കൾ. സ്വാഗതം ഗുരുക്കളെ. നമസ്കാരം. ഞാൻ പറയുമ്പോൾ എനിക്ക് 78 വയസ്സെന്നൊക്കെ പറയുമ്പോൾ ആളുകൾ സാധാരണ വിശ്രമമൊക്കെ തിരഞ്ഞെടുക്കുന്ന ഒരു കാലത്ത് ആശാരികളും നൂറുകണക്കിന് ശിഷ്യന്മാരും ആയിരക്കണക്കിന് ശിഷ്യന്മാരുമായിട്ട് വളരെ സജീവമാണ്. എങ്ങനെയാണ് ഈ ഒരു യാത്ര ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്? യഥാർത്ഥത്തിൽ യാത്രയിൽ ഏറ്റവും സജീവമായിട്ടുള്ളത് പെൻഷൻ കഴിഞ്ഞുള്ള പീരീഡാണ്. അത് ശരി. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് കുട്ടിക്കാലം മുതൽ പഠിച്ചു വരുന്ന വിദ്യകൾ കൂടുതൽ അറിയാനുള്ള താല്പര്യവും അത് റിസർച്ച് ചെയ്തിട്ട് അത് സമൂഹത്തിന് എത്രത്തോളം നന്നായി നമുക്കത് പ്രയോഗിക്കാൻ കഴിയും, അവരുടെ നന്മയ്ക്ക് വേണ്ടി അത് എങ്ങനെ പ്രായോഗികമായി അത് സിദ്ധിപരമായി കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നുള്ള ആ റിസർച്ച് വർക്കിൻ്റെ താല്പര്യം കൊണ്ടാണ് ഇപ്പോഴും അതൊരു ഇൻട്രസ്റ്റിങ് ഗെയിം പോലെ നമുക്ക് ചെയ്യാൻ. റിട്ടയർ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നൊരു എത്ര വർഷമായിട്ട്? 96 മുതൽ 96 റിട്ടയർ ചെയ്തത്. അപ്പോൾ 23 വർഷമായി അല്ലേ? അതെ. കളരി ചെറുപ്പം മുതലേ പഠിച്ചെന്നറിയാം. ഈ മർമ്മ ചികിത്സ കുറേ നാളായിട്ട് അതിൻ്റെ ഒരു മേഖലയിലാണ്. എനിക്ക് തോന്നുന്നു ഡോക്ടറേറ്റ് ഉണ്ടെന്ന് തോന്നുന്നു അതിനകത്ത് അല്ലേ? ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ആത്മരക്ഷാതന്ത്രം. നമ്മൾ നമ്മളെപ്പോഴും സംസാരിക്കുന്നത് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ കാലത്ത് ഈ കളരി എല്ലാവർക്കും കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സംഗതിയാണ്. പഠിക്കാൻ ഇപ്പോൾ കുറച്ച് പേരൊക്കെ വരുന്നുണ്ട്, ഓക്കെ. പക്ഷേ ഈ ആധുനിക മെഡിസിൻ്റെ കാലത്ത് ഈ മർമ്മ ചികിത്സ, കളരി ചികിത്സ, നമ്മളിടയിൽ ഈ കളരി ചികിത്സയോട് അങ്ങനെ ഒരു ആഭിമുഖ്യമുണ്ട്, അങ്ങനെ ഒരു താല്പര്യമുണ്ട് ആൾ? ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് വളരെ കൂടുതൽ താല്പര്യം ഈ പൗരാണിക ചികിത്സയോടുകൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് മോഡേൺ മെഡിസിൻ കൊണ്ട് ചികിത്സ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില സൈഡ് എഫക്റ്റുകൾ, അതുപോലെ തന്നെ പൂർണ്ണമായും ചികിത്സ ഫലിക്കാതെ വരുന്ന അവസ്ഥകൾ, അതുപോലെ ഒരു രോഗത്തിന് വേണ്ടി ചികിത്സിക്കുമ്പോൾ മറ്റൊരു രോഗം ഉണ്ടാകുന്ന അവസ്ഥകൾ, അങ്ങനെ സമൂഹത്തിൽ പരിശോധിച്ച് നോക്കിയാൽ വളരെ നിരാശാജനകമായ ഒരു അവസ്ഥയാണ് പലപ്പോഴും ഈ കാലഘട്ടത്തിലുള്ളത്. അപ്പോൾ അതിനൊരു പരിഹാരം എന്നുള്ള നിലയിൽ പണ്ട് പുരാതന കാലം മുതലേ ആശുപത്രികളോ ഡോക്ടർമാരോ ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ തുടങ്ങി വെച്ചിരുന്ന മനുഷ്യസേവനത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഈ സാംസ്കാരികമായിട്ടുള്ള രംഗങ്ങളിലുള്ള ചികിത്സാ സമ്പ്രദായങ്ങൾ അത് കെട്ടണഞ്ഞ് പോകാതെ അതിനെ ഉത്തേജിപ്പിച്ച് കൊണ്ടുവന്ന് അത് സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന തരത്തിൽ അത് ഒരു വഴിതെളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കുറേ ഗുരുക്കന്മാരും കുറേ പ്രധാനപ്പെട്ട യോഗികളും യോഗ ആചാര്യന്മാരും എല്ലാം ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായി കുറേ നേട്ടങ്ങളുണ്ടാകുന്നു. ആ നേട്ടങ്ങൾ കണ്ടു തുടങ്ങിയപ്പോഴാണ് സമൂഹത്തിലൊരു ചെറിയ മാറ്റം വന്നു തുടങ്ങിയിരിക്കുന്നു. വലിയ സാമ്പത്തിക ഭാരം ചുമന്നുകൊണ്ട് ആധുനിക ചികിത്സ സ്വീകരിക്കാതെ തന്നെ നിസ്സാരമായ കാര്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് പല രോഗങ്ങളും പ്രതിരോധിക്കുകയും അതുപോലെ തന്നെ രോഗം വരാതെ ഇരിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യാമെന്ന് പൊതുജനത്തിന് ഈ അടുത്ത കാലത്ത് കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു. കർക്കിടകത്തിന് ഈ മർമ്മ ചികിത്സയിൽ അല്ലെങ്കിൽ കളരി ചികിത്സയിൽ എന്തെങ്കിലും പ്രത്യേക സംവിധാനമുണ്ടോ? കളരി ചികിത്സയിലും പരമ്പരാഗത ചികിത്സയിലും ആയുർവേദത്തിലും എല്ലാം ഉദ്ദേശിക്കുന്നത് ഈ കർക്കിടക മാസം എന്ന് പറയുമ്പോൾ കർഷകൻ്റെയും അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളും റെസ്റ്റ് എടുക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടമാണ്. പെരുമഴകളും അതുപോലെ തന്നെ പാടത്ത് പോയി പണിയെടുക്കാൻ കഴിയാത്ത ഒരവസ്ഥയും റെസ്റ്റ് എടുക്കേണ്ടി വരുന്ന ഒരവസ്ഥ വരുമ്പോൾ ചികിത്സിക്കാനുള്ള സമയം ആ ഭാഗത്തേക്ക് കണ്ടെത്താനാണ് അവർ ശ്രമിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് കർക്കിടകം ചിങ്ങം മാസങ്ങളിൽ ഒരു വർഷത്തിൽ അവരുടെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ മാറ്റുന്നതിനും സുഖചികിത്സ ചെയ്യുന്നതിനും രോഗപ്രതിരോധത്തിനും എല്ലാം കൂടി തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒരു സമയം എന്ന് പറയുന്നത് കർക്കിടക മാസമാണ്. അതാണ് പണ്ട് പുരാതന കാലം മുതൽ നമ്മുടെ പൂർവികന്മാർ അത് അങ്ങനെ അനുഷ്ഠിച്ചു വരികയാണ്. അത് ഈ കാലഘട്ടത്തിൽ നമുക്ക് പ്രത്യേകമായി സമയം കണ്ടെത്തേണ്ട കാര്യമില്ല. പിന്നെ മഴക്കാലമായതുകൊണ്ട് സ്വസ്ഥമായി വീട്ടിൽ തന്നെ ഈ ചികിത്സയും കൊണ്ട് നമുക്ക് ഇരിക്കാൻ കഴിയും. അത് ചെയ്ത് യഥാർത്ഥത്തിൽ രോഗപ്രതിരോധം നടത്താനും രോഗചികിത്സ ചെയ്യാനും കഴിയും. അങ്ങനെ കർക്കിടക മാസത്തിന് വളരെ കൂടുതൽ പ്രാധാന്യമുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് ഏതായാലും ആശാൻ്റെ കളരിയിലോട്ട് പോകാം. അവിടെയാണ് ശിഷ്യന്മാരും എല്ലാം അവിടെയല്ലോ ഉള്ളത്. നമുക്ക് അങ്ങോട്ട് പോകാം.
അഭ്യാസം പ്രധാനമായിട്ട് 3 തരത്തിലാണുള്ളത്. ലോകത്തുള്ള എല്ലാ അഭ്യാസ ശാഖകളുടെയും മദർ ഓഫ് മാർഷൽ ആർട്സ്, മറ്റ് മാർഷൽ ആർട്സിൻ്റെ മാതാവ് എന്ന തരത്തിലാണ് കളരിപ്പയറ്റ് അറിയപ്പെടുന്നത്. എങ്കിലും ആ കളരിപ്പയറ്റിന് ആധുനിക യുഗത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മറ്റ് കലാരൂപങ്ങളുമായിട്ട് ചേർന്ന് വന്നപ്പോഴേക്ക് ആധുനിക യുഗത്തിൽ കളരിപ്പയറ്റിൻ്റെ യഥാർത്ഥ തനിമ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളൊരു തോന്നലാണ് ആത്മരക്ഷാതന്ത്ര എന്ന് പറയുന്ന പുതിയ അഭ്യാസ ശൈലി ഉടലെടുക്കാനുള്ള പ്രധാന കാരണം. അതിൽ ശാരീരികവും മാനസികവും ആത്മീയവുമായിട്ടുള്ള അഭ്യാസങ്ങളെ കോർത്തിണക്കി ആണ് ഇവിടെ പ്രകടിപ്പിക്കുന്നത്. ആശാൻ്റെ ശിഷ്യന്മാരുടെ ഒരു ചെറിയ ഭാഗം മാത്രമല്ലായിട്ടുള്ളൂ അല്ലേ? അതെ, ആയിരക്കണക്കിന് ശിഷ്യന്മാരുണ്ട്. വിദേശത്തും സ്വദേശത്തുമായിട്ട് ആയിരക്കണക്കിന് ശിഷ്യന്മാരുണ്ട്. അവയിൽ ഏതാനും പേരെ അർജൻറ്റായിട്ട് ഇവിടെ കൊണ്ടുവന്ന് പ്രകടിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഏതാനും മണിക്കൂറിനുള്ളിൽ കിട്ടിയ ആളുകളെ ശരിയാക്കിയെടുത്താണ്. ഇവിടെ അല്ലാതെ വേറെ എവിടെയെങ്കിലും കളരിയുണ്ടോ? ഇപ്പം പ്രധാനമായിട്ടും മലേഷ്യയിൽ, സിംഗപ്പൂരിൽ, ഒമാനിൽ, അതുപോലെ UAE ഒക്കെ ശിഷ്യന്മാർ തന്നെ കളരികൾ നടത്തുന്നു. അത് ശരി. ഈ കണ്ടുകൊണ്ടിരുന്നപ്പം ആശാൻ തന്നെ പറഞ്ഞു ഈ കളരിയുടെ തനിമ ചോരുന്നു ഈ മറ്റു പല കലാരൂപങ്ങളുമായിട്ടൊക്കെ മിക്സ് ചെയ്തപ്പോൾ പല സ്ഥലത്ത് നമ്മൾ കാണുന്നുണ്ട്. ഈ കേരളം ഗോഡ്സ് ആൻഡ് കൺട്രി എന്നൊക്കെ പറഞ്ഞിട്ട് ഡാൻസിൻ്റെ കൂടെ കളരി, വള്ളംകളിയുടെ കൂടെ കളരി ഇങ്ങനെ പല സ്ഥലത്തിനകത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. അതൊരു ശരിയായ ഒരു കലാരൂപത്തിൻ്റെ ആത്മസത്ത നഷ്ടപ്പെട്ടു പോയതാണ് കളരി അഭ്യാസം ഇപ്പോഴും നിലവിലുള്ളത്. പ്രത്യേകിച്ച് ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴേക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം കളരിയെ ഉപയോഗിക്കുന്ന ഒരു തരത്തിലേക്ക് അതിൻ്റെ തനിമ മുഴുവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് പ്രകടനത്തിന് മാത്രമായിട്ടുള്ളൊരു കലയാണ് കളരിപ്പയറ്റ് എന്ന ഒരു സ്ഥിതിവിശേഷം ഇന്നുണ്ടായിട്ടുണ്ട്. കളരിപ്പയറ്റ് പ്രകടനം മാത്രമാകുന്നു. എനിക്കൊന്ന് കളരി ചികിത്സയ്ക്ക് കുറേ കൂടെ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്ന ചികിത്സയ്ക്കാണ്. കളരി ചികിത്സ എന്ന് പറഞ്ഞാൽ ആശുപത്രികളും പണ്ട് പുരാതന ചികിത്സാ സമ്പ്രദായമൊക്കെ ഉണ്ടായിരുന്ന കാലത്ത്, അതായത് പാരമ്പര്യ ചികിത്സയുടെ ഏറ്റവും പ്രധാന ഘടകം എന്ന് പറയുന്നത് കളരി ചികിത്സയായിരുന്നു. അതിൽ നിന്നാണ് മറ്റ് ചികിത്സാക്രമങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇന്ന് അതിന് പ്രാധാന്യം പോയിട്ട് ഇന്ന് കളരി പ്രകടനത്തിന് മാത്രമുള്ള പ്രാധാന്യം കണ്ടുവരുന്നു. അതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് സാമ്പത്തികമാണ്. ആശാൻ എത്രാമത്തെ വയസ്സിലാണ് ഞാൻ 10ാമത്തെ വയസ്സിൽ കളരി അഭ്യാസം തുടങ്ങി. എൻ്റെ അമ്മയുടെ നിർബന്ധപ്രകാരമാണ് കളരി അഭ്യാസം തുടർന്നത്. അമ്മ കണ്ണൂർക്കാരിയാണ്. പ്രത്യേകിച്ച് കടത്തനാടൻ കളരിയുടെ ഈറ്റില്ലമാണ് കണ്ണൂർ എന്ന് പറയുന്നത്. അവിടെ വെച്ച് തുടങ്ങി. ഇപ്പോഴെനിക്ക് 78 വയസ്സായി. ഇപ്പോഴും കളരി ആ ചെറുപ്പകാലത്ത് നടന്നതുപോലെ തന്നെ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കും. 78 വയസ്സായെന്ന് ആശാരത്തിൽ പറഞ്ഞാലേ അവർ വിശ്വസിക്കും. പ്രശ്നം നമ്മൾ ഇപ്പോൾ തന്നെ ഇപ്പോഴത്തേക്ക് തന്നെ നമ്മൾ പിള്ളേരെ ഈ 10 വയസ്സെന്നൊക്കെ പറയുമ്പോൾ സ്കൂൾ കഴിഞ്ഞ് വേണമെങ്കിൽ കുറേ ട്യൂഷൻ എന്നൊക്കെ പറഞ്ഞ് പിള്ളേരോട്. അതെ, ഇപ്പം ആർക്കും പിന്നെ വിദ്യാർത്ഥികളെ കളരി പഠിപ്പിക്കാൻ സമയമില്ല. അഥവാ ഒരു സ്റ്റാൻഡേർഡുള്ള ഒരു കുടുംബമാണെങ്കിൽ അവരാദ്യം ചിന്തിക്കുന്ന കരാട്ടെ, കുംഫു, ജൂഡോയോ ഒക്കെ പഠിപ്പിക്കാമെന്ന്, വിദേശ കലകളെ പഠിപ്പിക്കാമെന്നുള്ള. പക്ഷേ അതിനേക്കാൾ എത്രയോ അന്തസത്ത നിറഞ്ഞ ഒരു കലാരൂപമാണ് അതിനകത്ത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ശാരീരികം മാത്രമല്ല മാനസികവും ആത്മീയവും ആയിട്ടുള്ള ശക്തിവിശേഷങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പരമ്പരാഗത അഭ്യാസ ശൈലിയാണ് കളരി. അതിനകത്ത് ഒരു യോഗ പോലെ തന്നെ ഒരു ജീവിത ശൈലിയാക്കി കളരിയെ മാറ്റേണ്ടതാണ്. അത് ഈ കാലത്ത് എങ്കിലും നടന്നില്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകും. നേരത്തെ ഈ അഭ്യാസം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഈ ആളുകളെ ഈ നോക്കിക്കൊണ്ടൊരു സമ്പന്നാവസ്ഥയിലാക്കുന്നൊരു അതൊക്കെ എന്താണ് അത് പണ്ട് പുരാതന കാലത്ത് തന്നെ ഉണ്ടായിരുന്നതാണ്. കളരിയിലുണ്ടായിരുന്നതാണ്. ബോധിവർമ്മൻ്റെ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? പലപ്പോഴും അത് ബോധിവർമ്മ കളരി ഗുരുവായിരുന്നു. ആ അവശിഷ്ടമായിട്ട് നിലനിൽക്കുന്ന അഭ്യാസ ശൈലികൾ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് എനിക്ക് ചൂണ്ടുവർമ്മം, നോക്കുവർമ്മം ഒക്കെ കിട്ടിയിട്ടുള്ളത്. അത് എൻ്റെ അമ്മയുടെ തന്നെ പ്രേരണ മൂലം കുറേ മന്ത്രസിദ്ധികൾ വരുത്തിയതിന് ശേഷമാണ് ആ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നത്. അതിനുശേഷം പരമ്പരാഗതമായിട്ടുള്ള പല പുസ്തകങ്ങളും അതുപോലെ തന്നെ താളിയോല ഗ്രന്ഥങ്ങളും അഗസ്ത്യമുനിയുടെയും ഭോഗർമുനിയുടെയൊക്കെ താളിയോല ഗ്രന്ഥങ്ങൾ പഠിച്ചതിൻ്റെ ഫലമായി അതിൻ്റെ അന്തസത്ത വീണ്ടെടുക്കാൻ ഞാൻ ശ്രമിച്ചു. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഒരു ശാരീരികമായ നല്ല കഴിവുള്ള ഒരു അഭ്യാസി മാനസികമായ കഴിവ് വളർത്തുന്നതിന് വേണ്ടി മന്ത്രങ്ങൾ ശീലിക്കുകയും ആ മന്ത്രസാധകത്തിൽ കൂടി ചൂണ്ടുവർമ്മം, നോക്കുവർമ്മം, അത് അഗസ്ത്യമുനി പറഞ്ഞിരിക്കുന്നത് 12 വർഷം കൊണ്ട് ആ സിദ്ധി നേടിക്കഴിയാം എന്നുള്ളതാണ് അഗസ്ത്യമുനിയുടെ നിർവചനം. എന്നാൽ എൻ്റെ കാര്യത്തിൽ 20 വർഷം എടുത്തു. 12 വർഷം കൊണ്ട് അത് നടന്നില്ല. പിന്നീട് അത് തുടർന്നു. 20 വർഷമായപ്പോഴാണ് അത് പ്രാക്ടിക്കലായിട്ട് അവിചാരിതമായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഒരു വ്യക്തിയെ ചൂണ്ടിയപ്പോൾ, ഒരു ശിഷ്യനെ ചൂണ്ടിയപ്പോൾ അയാൾ ബോധം കെട്ടുപോകുന്നു. അവിടെ മുതലാണ് അതിൻ്റെ തുടക്കം. ഈ ചൂണ്ടുവർമ്മ നമ്മളിങ്ങനെ കൈ കൊണ്ട് ഒരാളെ ചൂണ്ടി ഇങ്ങനെ സമ്പന്നാവസ്ഥ നിർത്തുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വായിച്ചിട്ടുണ്ട് ചൂണ്ടുവർമ്മ എന്നൊക്കെ പറഞ്ഞ്.
അതിനകത്ത് പ്രധാനമായിട്ടുള്ളത് ലൈഫ് എനർജിയെ കേന്ദ്രീകരിച്ച് ചൂണ്ടുവിരലിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മൾ സൂര്യപ്രകാശത്തെ ഒരു ലെൻസിനകത്ത് കേന്ദ്രീകരിച്ച് കടലാസ് കത്തിക്കുകയും പഞ്ഞ് കത്തിക്കുകയൊക്കെ ചെയ്യുന്ന കുട്ടികൾ ചെയ്യുന്ന കണ്ടതാണ്. അപ്പോൾ വിശാലമായി കിടക്കുന്ന ആ ശക്തി, പ്രകൃതി ശക്തി വിശേഷങ്ങളെ ഒരു ഫോക്കസിലേക്ക് കൊണ്ടുവന്ന് അതിൻ്റെ ശക്തിയെ സ്വരൂപിക്കുക, ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക. അതുപോലെ മനഃശക്തിയെ നമ്മൾ കൈയുടെ തുമ്പിലേക്കോ അല്ലെങ്കിൽ കണ്ണിൻ്റെ ആ ദൃഷ്ടിയിലേക്കോ കൊണ്ടുവന്നിട്ട് അവയെ പ്രയോഗിക്കുമ്പോൾ ആ എതിർക്കാൻ വരുന്ന ആളിൻ്റെ മാനസികമായ വിഭ്രാന്തി ഉണ്ടാകുകയും അത് എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാത്ത മോഹനമെന്ന് പറയും, എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാത്ത ഒരവസ്ഥ ഉണ്ടാകുകയും അത് പിന്നെ അബോധാവസ്ഥയിലേക്ക് വഴിതെളിക്കുകയും പിന്നീട് മരണം വരെ സംഭവിക്കാമെന്നാണ് അഗസ്ത്യമുനി എഴുതി വച്ചിരിക്കുന്നത്. അതിന് അഗസ്ത്യമുനിയുടെ പഞ്ചാക്ഷര മന്ത്രം അതിൽ ഏറ്റവും പ്രധാനമാണ്. അതിൽ മോഹനം, സ്തംഭനം, അതുപോലെ തന്നെ ആകർഷണം, വികർഷണം, വശ്യം, ഉച്ചാടനം എന്നൊക്കെ പറഞ്ഞ 5 പ്രധാന പ്രയോഗങ്ങളുണ്ട്. അതിൽ സ്തംഭനം ആണ് ഞാനിവിടെ ഒരാളിനെ സ്തംഭനമാണ് ഞാൻ പ്രയോഗിച്ചത്. ഇളക്കി വിടാൻ മറന്നുപോയതുകൊണ്ട് അയാൾ സ്തംഭിച്ച് അവിടെ നിൽക്കുകയാണ്. സ്തംഭനം എന്ന് പറയുമ്പോൾ അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും? സ്തംഭനം എന്ന് പറഞ്ഞാൽ അയാൾക്ക് അയാളെ ശരീരത്തെ നിയന്ത്രിക്കാൻ വയ്യാത്ത അവസ്ഥ, മനസ്സിനെ നിയന്ത്രിക്കാൻ വയ്യാത്ത അവസ്ഥ, അതാണ് സ്തംഭനം എന്ന് പറയുന്നത്. ഒരു പ്രവൃത്തിയെ സ്വയം നിയന്ത്രിക്കാൻ കഴിയാതെ ഇരിക്കുന്നൊരവസ്ഥ എന്ന് പറഞ്ഞാൽ ബ്രെയിനിൽ നിന്ന് നാഡി വഴി ഉത്തേജനം കിട്ടേണ്ട സ്ഥാനത്ത് ഉത്തേജനം വരാതിരിക്കുമ്പോൾ നമ്മളിപ്പോൾ ഞാൻ കൈ പൊക്കുന്നത് വെറുതെ കൈ പൊക്കിയല്ല, എൻ്റെ മസ്തിഷ്കത്തിൽ നിന്ന് നാഡി വഴി ആ പ്രചോദനം കൈയുടെ തുമ്പിലെത്തിയാലേ ആ കൈ ഉയരത്തുള്ളൂ. അതിന് ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ അത് ഉയരത്തില്ല. അതുപോലെ ബ്ലോക്കാക്കി നിർത്തിയിരിക്കുന്ന ഒരാളുടെ സംബന്ധിച്ചോളം അയാൾക്ക് ചലിക്കാൻ ഒക്കത്തില്ല. അയാളുടെ ശരീരവും മനസ്സും പ്രവർത്തിക്കുന്നത് ഈ സൂക്ഷ്മമായിട്ടുള്ള പ്രാണനെ കൊണ്ടാണ്. എൻ്റേതും അത് തന്നെയാണ്. അപ്പോൾ ഒരേ ഇന്ധനം കൊണ്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നതോ ശത്രു പ്രവർത്തിക്കുന്നു. ആ ഇന്ധനത്തിൽ ബ്രേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ തത്വം ഞാൻ ഒന്ന് ചുരുക്കി പറയുക, ആ ഇന്ധനത്തിൻ്റെ ഒഴുക്കിൽ ഒരു ബ്രേക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ അത് നടക്കില്ല. പെട്ടെന്ന് ഒരാൾ പെട്ടെന്നായിരിക്കുമല്ലോ നമ്മൾ ഇതൊക്കെ പ്രയോഗിക്കുക. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, അങ്ങനെ ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു ആക്ഷൻ്റെ പുറത്ത് ഒരാളെ ഇങ്ങനെ സമീപിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ ചോദ്യം. ഏത് ആക്ഷനിലും നമുക്ക് സ്തംഭിപ്പിക്കാൻ കഴിയും. പെട്ടെന്ന് പറയുമ്പോൾ അതെനിക്ക് രസകരമായിട്ടാണ് തോന്നുന്നത്. പെട്ടെന്ന് ഒരാൾ ആക്രമിക്കുന്നത്, ഞാനിത് മന്ത്രസിദ്ധി വരുത്തി മനസ്സും ശരീരവും ആ മന്ത്രത്തിൽ ലയനം കൊണ്ട് നിൽക്കുന്ന സമയമാണ് എപ്പോഴും. ആഹാരം കഴിക്കുമ്പോഴായാലും ഉറങ്ങുമ്പോഴായാലും മറ്റെന്തെങ്കിലും പ്രവൃത്തി ചെയ്യുമ്പോഴായാലും ഈ മന്ത്രസിദ്ധി ബ്രെയിനിനകത്ത് വൈബ്രേഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതില്ലാത്തൊരു നിമിഷമില്ല. അതാണ് 10-20 കൊല്ലം വേണ്ടി വരുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ആര് വന്നാലും ശരി നമ്മൾ ഉണ്ടാക്കുന്നതൊരു ഓറ വലയമാണ്. ഇപ്പോൾ വിശ്വമഹാവിദ്യാലയത്തിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ഒരു 3 മാസത്തിന് മുമ്പ് ഇവിടെ വന്ന് എൻ്റെ ഓറ അളന്നു. അവർ 55 മീറ്ററാണ് ഓറ പറയുന്നത്. സാധാരണഗതിയിൽ 10-15 മീറ്ററൊക്കെ കാണും. അവരിവിടെ വെച്ച് ഇത് കളരി ചെയ്യിച്ചു. ആ മൂല വരെ പോയി ഒരു ഇൻസ്ട്രുമെൻ്റ് കൊണ്ടുവന്ന് എന്നെ ടച്ച് ചെയ്തിട്ട് ആ മൂല വരെ പോയി നിന്നപ്പോഴും അത് റീഡിങ് കാണിച്ചു. പിന്നെ പുറത്തിറങ്ങി നിന്നു. അവസാനം പറഞ്ഞ് കളരി ഇന്ന് ഒക്കത്തില്ല, നമുക്ക് റോഡിൽ പോയിക്കാമെന്ന് പറഞ്ഞ് നമുക്ക് മർമാശ്രമം വരെ 55 മീറ്റർ ദൂരത്തിൽ ഓറയുണ്ടെന്ന് അവർ റെക്കോർഡ് ചെയ്തിട്ട് അവർ വിശ്വവിദ്യാലയത്തിൽ പഠിപ്പിക്കാൻ വേണ്ടി അത് റെക്കോർഡ് ചെയ്ത് കൊണ്ടുപോയിരിക്കുക. അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ആർക്കും വളർത്തിയെടുക്കാവുന്നതാണ്. യോഗികളാണ് അതിൽ പ്രധാനമായും പങ്കുവഹിക്കുന്നത്. അവർ വളരെ വിശാലമായിട്ട് ഏകാഗ്രമായിട്ട് പണ്ട് വനത്തിൽ തപസ് ചെയ്യുമെങ്കിൽ ഇന്ന് വീട്ടിൽ ഇരുന്ന് തപസ് ചെയ്യാനും ഇതൊക്കെ കിട്ടുന്ന എൻ്റെ സ്വയം അനുഭവം കൊണ്ട് പറയാൻ കഴിയുന്നത്. ഈ ഒരാളുടെ മർമ്മം കണ്ടുപിടിക്കുന്നുണ്ട്, എനിക്ക് അറിഞ്ഞൂടാത്ത കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരിക്കും? മർമ്മമല്ലാതൊന്ന് പ്രപഞ്ചത്തിലില്ല. ശരി, എൻ്റെ വിശാലമായ ഗവേഷണത്തിൽ മർമ്മമല്ലാതൊന്നില്ല. ഇപ്പോൾ ഞാൻ ഒരു മർമ്മത്തിൽ പിടിക്കുന്നു പറഞ്ഞാൽ ഈ വിരലിൽ പിടിക്കുമ്പോൾ തന്നെ വാ വളർന്നുപോയി. അപ്പം മർമ്മം എവിടെയുണ്ട് എന്ന് ഒരാൾക്ക് അറിയണമെങ്കിൽ ശരീരം മുഴുവൻ മർമ്മങ്ങളുണ്ട്. ആകാശത്തിലെ നക്ഷത്രത്തെ നോക്കി കാണുന്നതെല്ലാം നക്ഷത്രമാണെന്ന് പറയുന്നതുകൊണ്ട് അർത്ഥമൊന്നുമില്ല. കാണാത്ത ആയിരക്കണക്കിന് നക്ഷത്രങ്ങൾ ആകാശത്തുള്ളതുപോലെ തന്നെ ശരീരത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയാത്ത എത്രയോ മർമ്മങ്ങൾ ഉണ്ട്. 72,000-ഓളം മർമ്മങ്ങളുണ്ടെന്നാണ് കണ്ടുപിടിച്ചവർ പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട 107-108 മർമ്മങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരാളുടെ മർമ്മത്തിൽ പിടിക്കണമെങ്കിൽ വലിയ ഫോഴ്സ് ഒന്നും വേണ്ട കാര്യമില്ല. ഫോഴ്സ് വേണ്ട കാര്യമില്ല. അയാൾക്ക് ഒന്ന് സ്തംഭിച്ചിരിക്കുകയാണ്. ഒരു കാര്യം ചെയ്യും, ഈ കൈ കൊണ്ട് അടിക്കാമെന്ന് വിചാരിച്ചാൽ ഒക്കത്തില്ല. വേറെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഒക്കില്ല. മനസ്സിനെ ഇവിടെ കൺട്രോൾ ചെയ്തിരിക്കുകയാണ്. ഒരു വിരലിനകത്താണ് ഈ ശക്തി മുഴുവൻ നിൽക്കുന്നത്. അയാൾക്ക് 80 കിലോ ഉണ്ടെങ്കിൽ ആ 80 കിലോ ഒരു വിരലിനകത്ത് നിൽക്കുകയാണ്. അപ്പോൾ അത് ഇത്രയും സാഹസം വരുമ്പോൾ അയാളുടെ ഈ നാഡീ ഞരമ്പുകൾക്ക് ക്ഷീണം ഉണ്ടാകുകയും സ്തംഭനാവസ്ഥ ഉണ്ടാകുകയും ചെയ്യും. അതിന് പ്രതിവിധികൾ അടങ്കൽ മുറയെന്ന് പറയും. അതിന് വേറൊരു അടങ്കൽ മുറ പ്രയോഗിച്ചു കഴിഞ്ഞാൽ അതങ്ങ് ശരിയാണ്. അത് പിടിച്ച് വിടുകയാണ്, അത് വിടുകയാണ്. അതാണ് ട്രീറ്റ്മെൻറ്റ് സൈഡ്. കളരിയുടെ ട്രീറ്റ്മെൻറ്റ് സൈഡ് അടങ്കൽ മുറയാണ്. വേദന ഉണ്ടെങ്കിൽ ഇപ്പം മാറും. അപ്പോൾ മാറിക്കഴിഞ്ഞു. ശരിയല്ലേ? അതാണ് എൻ്റെ ടെക്നിക്ക്. അപ്പോൾ ശാരീരികമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ശാരീരികമായി മാറ്റാം.
മാനസികമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ മാനസികമായിട്ട് മാറ്റാം. പിന്നെ കാരണശരീരത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ വേറെ ഏതെങ്കിലും കുഴപ്പം കൊണ്ടായിരിക്കും, അത് ആ വിശ്വാസത്തിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ അത് വരും. ഇപ്പം തന്നെ ഈ നമ്മൾ ഈ ആധുനിക വൈദ്യശാസ്ത്രത്തിലേക്ക് ആളുകൾ പോകുന്നു. ഇപ്പോൾ ഷോൾഡർ അളവ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്ലൊക്കേഷൻ നേരെ ഞാൻ 100 കണക്കിന് ദിവസം ചെയ്യുന്നതാണ്. അപ്പം നേരെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അയാൾ തന്നെ വന്നിട്ടുണ്ട്. അയാൾ ഷോൾഡർ അളയും നിസ്സാരമായ ഒരു കാര്യം കൊണ്ടാണ് അയാൾ ഷോൾഡർ ശരിയാക്കി കൊടുക്കുന്നത്. ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കറങ്ങാൻ പറയും. വേണ്ട, ഷോൾഡർ റെഡിയായി കഴിഞ്ഞു. ഇതിനാ ഓപ്പറേഷൻ വേണ്ടി വരുന്നത്. സാധാരണ ആശുപത്രി ചെന്ന് കയറുമ്പോൾ അവർ ഓപ്പറേഷൻ തിയേറ്ററിൽ കിട്ടുന്നതിന് വരെ ഗുരുക്കളിലൂടെ എണ്ണയിട്ട് തടവുകയാണ്. എണ്ണയിട്ട് അടയുകയല്ല, അഗസ്ത്യമുനിയുടെ അടങ്കൽ ചികിത്സ, അതായത് മർമ്മ ചികിത്സ തന്നെ മരുന്നില്ലാതെ ഉള്ള മർമ്മ ചികിത്സ, മർമ്മ ട്രീറ്റ്മെൻറ്റ് വിത്തൗട്ട് മെഡിസിൻ. അതാണ് എൻ്റെ റിസർച്ച് വർക്ക്. അപ്പം മരുന്ന് ഉപയോഗിക്കാം. മരുന്ന് നമുക്കറിയാമല്ലോ, ഏത് മരുന്ന് കൊടുത്താലും അതിൻ്റേതായിട്ടുള്ള പ്രതിസന്ധികൾ പിന്നീട് അനുഭവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ നമ്മൾ. അപ്പോൾ അതുകൊണ്ട് മരുന്ന് എത്രത്തോളം ഉപയോഗിക്കാതിരിക്കാം അത്രത്തോളം ഉപയോഗിക്കാതിരിക്കുകയും അതിന് പകരം ഉള്ള അഗസ്ത്യമുനിയുടെ ചികിത്സാക്രമങ്ങൾ ഫോളോ ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ അതിന് മരുന്ന് കൂടുതൽ ആവശ്യം വരുന്നില്ല. ഇതുപോലെ എനർജി ലൈൻസ് ബ്ലോക്കായ ഭാഗങ്ങളിലെ ഉത്തേജിപ്പിച്ച് അതിനെ കണക്ട് ചെയ്യുക, ജീവശക്തിയെ കണക്ട് ചെയ്യുക. സാധാരണ നമ്മൾ ഇതുപോലുള്ള സ്ഥലങ്ങൾ ഇപ്പോൾ ഈ ഷോൾഡർ ഇളകുമ്പോൾ തിരിച്ചു വിടുന്നത് നമ്മളിത് പോകാൻ പഠിക്കുന്ന ഒന്ന് ജീവൻ പോണ വേദനയാണല്ലോ. ആ വേദന സഹിക്കാൻ പറ്റുന്ന ആളുകളോട് ഇംഗ്ലീഷ് മരുന്നിൻ്റെ അടുത്തോട്ട് പോകണത്. ഇതാണ് നമ്മൾ ആദ്യം ചോദിച്ച സ്ഥലത്തേക്ക് തന്നെ വരികയാണ്. ഒന്ന് ഈ പലതുമായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഒരു ഇപ്പം ഈ കളരി ചുവടുകൾ അല്ലെങ്കിൽ കളരി അടവ് എന്നൊക്കെ. യഥാർത്ഥത്തിൽ കളരിക്ക് ഞാൻ ആദ്യമേ പറയുന്നു മൂല്യച്യുതി സംഭവിച്ചു പോയി എന്ന് പറയാനുള്ള കാരണം, ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലത്ത് കളരിയെ പ്രോത്സാഹിപ്പിച്ചില്ല, അവർ നിരോധിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം വന്നിട്ടുള്ള ഭരണാധികാരികളും കളരിയെ പ്രോത്സാഹിപ്പിക്കാൻ ഒന്നും തന്നെ ചെയ്തില്ല. എങ്കിലും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ കളരി പണ്ട് പുരാതന കാലം മുതലേ നിന്നു. ആ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ കാര്യങ്ങൾ നഷ്ടപ്പെടുകയും കുറേ കാര്യങ്ങൾ ഉത്തേജിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഉത്തേജിക്കപ്പെട്ട കാര്യങ്ങളെപ്പറ്റി കൂടുതൽ അത് പ്രകടിപ്പിക്കാനും കൂടുതൽ അതിൻ്റെ അന്തസത്ത മനസ്സിലാക്കാനും ആരും മെനക്കെട്ടില്ല. യഥാർത്ഥത്തിൽ ഒരു ആയുധാഭ്യാസം എന്ന് പറയുന്നത് അത് സൂക്ഷ്മ ശരീരത്തിൻ്റെ ശക്തിയെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ആയുധാഭ്യാസം ഉപയോഗിക്കുന്നത്, ആരെയും വെട്ടാനും കൊല്ലാനൊന്നുമല്ല. പക്ഷേ അതിൻ്റെ തത്വം എന്താണെന്നറിയാതെ പലയിടവും ശാരീരികമായ പീഡനങ്ങളും അതുപോലെ തന്നെ മർമ്മപ്രയോഗങ്ങളും ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇത് യഥാർത്ഥ ഈ മാർഷൽ ആർട്സിൻ്റെ തത്വങ്ങളെപ്പറ്റി അറിയാത്തതുകൊണ്ട് വൈദ്യം പഠിക്കുന്ന പോലെ ആവശ്യമുള്ള കാര്യങ്ങൾ മുഴുവൻ പഠിക്കാതെ അത് പ്രായോഗികമായിട്ട് പ്രയോഗിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് അതിൻ്റെ അന്തസത്ത നഷ്ടപ്പെട്ടു പോയത്. യഥാർത്ഥത്തിൽ ഇത് ആരെയും കൊല്ലാനോ വെട്ടാനോ ശത്രുത ഉണ്ടാക്കാനോ വേണ്ടിയുള്ളതല്ല, മനുഷ്യ സ്നേഹം വളർത്തിയെടുക്കുവാനും ഇതുപോലെ ചികിത്സയെ ഏറ്റവും ആധുനികരമായിട്ടുള്ള രീതിയിൽ നിസ്സാരമായി രോഗങ്ങളെ മാറ്റുവാനും രോഗപ്രതിരോധ ശക്തിയെ വർദ്ധിപ്പിക്കുവാനും ഉദ്ദേശിച്ചുകൊണ്ട് പണ്ട് പുരാതന കാലത്ത് യോഗീശ്വരന്മാരും മഹർഷിമാരും ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു തത്വമാണ്. ഈ എൻ്റെ ഒരു സംശയം, അത് കഴിഞ്ഞ് നമുക്ക് ഇവരിലേക്ക് പോകും. അതായത് ഈ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം പൊതുവെ ആളുകളിൽ കണ്ടുവരുന്നത്, ഇപ്പോൾ ഞാനടക്കമുള്ള നമ്മൾ ഈ ഓഫീസിലേക്ക് ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ, നടുവേദന ഒരു വലിയ പ്രശ്നമാണ് എല്ലാവർക്കും. നടുവേദനയും ശരീരം വേദനയാണ് എല്ലാവരുടെയും പ്രശ്നം. എന്തായിരിക്കും അത്? ഇപ്പം മർമാശ്രമത്തിൽ വരുന്ന രോഗികളെ പരിശോധിച്ച് 90% പേര് വരുന്ന നടുവേദനയായിട്ടാണ്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ജോലിയുടെ തന്നെ പ്രത്യേകത കൊണ്ടാണ്. ഏറ്റവും കൂടുതൽ നടുവേദന വരുന്നത് ഇപ്പോൾ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നവർക്കാണ്. പിന്നെ ഡ്രൈവേഴ്സ്, അതുപോലെ തന്നെ ഷോൾഡർ വേദന വേറൊരു കാര്യം. അപ്പോൾ ഡ്രൈവേഴ്സിനും അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൽ ഇരുന്ന് 12 മണിക്കൂറിന് പകരം 24 മണിക്കൂർ വരെ ചെയ്യുന്ന ആളുകളുണ്ട്. ആ രീതിയിൽ ചെയ്യുന്ന അവസരത്തിൽ നടുവിനുള്ള ഡിസ്ക്, ആ 33 കശേരുക്കളുള്ള നട്ടലിൽ ഏറ്റവും അവസാനമുള്ള 5, അതായത് L1 to L5 എന്ന് പറയുന്ന 5 കശേരുവാണ് നമ്മുടെ ഈ ശരീരത്തെ താങ്ങി ഇരുത്തുന്നത്. അപ്പോൾ ഈ കശേരുകൾ ഇങ്ങനെ ഞെരുങ്ങിപ്പോവും. അകർന്നിരിക്കേണ്ട കശേരുകൾ അങ്ങ് ഞെരുങ്ങിപ്പോവുകയും അതിനുള്ളിൽ കൂടി വരുന്ന നാഡികളെ അത് സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് കാലിലേക്ക് പോകുന്ന നാഡികളിൽ ആവശ്യമുള്ള പ്രവർത്തനം നടക്കത്തില്ല. അതുപോലെ തന്നെ കഴുത്തിൽ വരുമ്പോൾ കയ്യിലേക്ക് പോകുന്ന നാഡികളിൽ പ്രവർത്തനം നടക്കത്തില്ല. അതിലൊക്കെ പരിഹാരമായിട്ട് സാധാരണഗതിയിൽ ഓപ്പറേഷനാണ് വിധിക്കുന്നത്. ഓപ്പറേഷന് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം എഴുതി പിടിപ്പിച്ച MRI സ്കാൻ റിപ്പോർട്ടുമായിട്ടാണ് അധികം പേരും മർമാശ്രമത്തിൽ വരുന്നത്. നമ്മളതിൽ ലഘുവായിട്ട് ഇതിനെ അകർത്തിയെടുക്കാനുള്ള ചില ടെക്നിക്കുകൾ, അത് എൻ്റെ ഒരു 10-30 വർഷക്കാലത്തെ റിസർച്ച് വർക്ക് കൊണ്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ആ ടെക്നിക്കുകളുണ്ട്. ആ ടെക്നിക്കുകൾ ഞാൻ ഇപ്പോൾ ആയുർവേദ ഡോക്ടർമാരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. 100 കണക്കിന് ആയുർവേദ ഡോക്ടർമാർ എൻ്റെ ഈ സിസ്റ്റം തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലെ
ആയുർവേദ ഹോസ്പിറ്റലിൽ ആയുർവേദ കോളേജിൽ പഠിപ്പിക്കാൻ വേണ്ടി എന്നെ ക്ഷണിക്കുകയും ഞാൻ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവരത് അത്ഭുതത്തോടു കൂടിയാണ് മനസ്സിലാക്കിയത്. അവർ തന്നെ അത് യൂട്യൂബിലും അതുപോലെ ഫേസ്ബുക്കിലും ഒക്കെ പകർത്തി പഠിക്കുന്നുണ്ട്. അങ്ങനെ ഇത് എത്രത്തോളം നിസ്സാരമായി നമുക്ക് പരിഹരിക്കാൻ കഴിയുമോ ആ തരത്തിൽ ഈ ഡിസ്കുകളെ അറേഞ്ച് ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനമാണ് മർമ്മ ചികിത്സയിൽ കൂടെ ഞാൻ ചെയ്യുന്നത്. അത് ഈ 33 ഡിസ്കുകൾക്ക് എവിടെ ഡിസ്ലൊക്കേഷൻ വന്നാലും നമുക്ക് ഈസി ആയിട്ട് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അതിന് ഓപ്പറേഷൻ്റെ കാര്യമില്ല. ഇപ്പോൾ ഗുരുക്കൾ പറഞ്ഞ പോലെ നമ്മളെ ആളുകൾക്കൊരു താല്പര്യം വീണ്ടും ആയി വരുന്നേ ഉള്ളൂ ഈ പരമ്പരാഗത ചികിത്സയോട്. പുറത്തുള്ളവർക്ക് കുറെ കൂടെ താല്പര്യമുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതെ, വിദേശത്ത് വളരെ കൂടുതൽ പ്രാധാന്യം അവർ നൽകുന്നുണ്ട് പരമ്പരാഗത ചികിത്സയ്ക്ക്. ചൈനയിൽ അക്യുപ്രഷർ, അക്യുപഞ്ചർ അത് പരമ്പരാഗത ചികിത്സയാണ്. അവർ ഫുൾ സ്വിങ്ങിൽ അവർ അത് പ്രയോഗിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചത് അങ്ങനെ ആ വിദേശം മാത്രമല്ല, ഇപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിന് പുറത്തോട്ട് പോയാലും ഈ നമ്മുടെ ചികിത്സയോട് ഭയങ്കര താല്പര്യമാണ്. അതെ, വളരെ താല്പര്യമാണ്. കേരളത്തിന് പുറത്തോട്ട് പോയാലും മാത്രമല്ല, ഇപ്പോൾ മർമാശ്രമത്തിൽ തന്നെ വിദേശത്ത് നിന്ന് ധാരാളം ആളുകൾ വരുന്നുണ്ട്. നമ്മൾ വിദേശത്തേക്ക് ക്ഷണിക്കുന്നുണ്ട്. ചൈന, റഷ്യ, സ്വിറ്റ്സർലൻഡ്, അതുപോലെ തന്നെ സിംഗപ്പൂർ, മലേഷ്യ, ഇവിടെയെല്ലാം നമ്മൾ പോകേണ്ടി വന്നിട്ടുണ്ട്. പല സ്ഥലത്തും പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട സാഹചര്യങ്ങളുണ്ട്. അവർക്ക് വളരെ കൂടുതൽ ഇൻട്രസ്റ്റ് ആണ്. എല്ലായിടത്തും ശിഷ്യന്മാരും ഉണ്ടല്ലോ, എല്ലാ രാജ്യങ്ങളിലും ശിഷ്യന്മാരുണ്ട്. അപ്പോൾ അവരും വിളിക്കുന്നുണ്ട്. അവരിങ്ങോട്ട് ആളുകളെ അയക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ ഗുരുക്കളെ ഈ ഒരു കാര്യം ചോദിക്കല്ലേ, ഈ ആശാൻ 10ാമത്തെ വയസ്സിൽ കളരി തുടങ്ങി അല്ലേ, പഠിച്ചു തുടങ്ങി. ചെറിയ പ്രായത്തിൽ ഇത് പഠിക്കുന്നുള്ളൊരു ഗുണം ഉണ്ടാവില്ല, ശരീരത്തിനും മനസ്സിനുണ്ടതൊരു അല്ലേ? അപ്പോൾ ഇതിലൊന്നും വിടാതെ പിള്ളേരെ വീട്ടിനകത്ത് അടച്ചിരുന്ന ഒരു ഏർപ്പാട് ശരിയാണോ എന്നുള്ളതാണ്. അത് ശരിയില്ല. കായികമായിട്ടും മാനസികമായിട്ടും അവർക്ക് അത് സന്തോഷം പകരാനുള്ള കളികളും അതുപോലെ തന്നെ ഇത്തരം അഭ്യാസങ്ങളും ഒക്കെ പരിശീലിക്കേണ്ടത് ഒരു ആവശ്യമാണ്. പണ്ട് കാലത്ത് നമുക്കറിയാമല്ലോ, കുട്ടിക്കാലത്ത് ഇതൊന്നും പുതിയ പിന്നെ അധ്വാനങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഇപ്പം ക്രിക്കറ്റിനോടും ഫുട്ബോളിനോടും ഒക്കെ ഉള്ള താല്പര്യം പോലെ തന്നെ കുട്ടികൾക്ക് പണ്ട് കാലത്ത് ഇതൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ അവർക്ക് പലതരത്തിലുള്ള കളികൾ ഒരുമിച്ച് ചേർന്ന് കൂട്ടായ്മയോടുകൂടി കളിക്കാനുള്ള അവസരങ്ങളും അതിന് തക്കതായിട്ടുള്ള കളികളും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി ഇപ്പോൾ വിദ്യാഭ്യാസത്തിൽ മാത്രം കേന്ദ്രീകരിക്കുന്നതുകൊണ്ട് ശാരീരികമായിട്ട് പലർക്കും അവരുടെ കഴിവുകൾ പ്രയോഗിക്കാൻ കഴിയുന്നില്ല. ഭക്ഷണം ഒരാളുടെ ആരോഗ്യത്തെ ഭയങ്കരമായിട്ട് തീർച്ചയായിട്ടും ഭക്ഷണം തന്നെയാണ് ഔഷധം എന്നാണ് ഇതിൻ്റെ ശാസ്ത്രം പറയുന്നത്. ആ ഭക്ഷണം തന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഇറച്ചി വർഗ്ഗങ്ങളൊക്കെ വളരെ ധാരാളമായിട്ട് കഴിക്കുന്ന ആളുകളുടെ സ്വഭാവത്തിൽ വളരെ വ്യത്യാസങ്ങൾ. സാധാരണ ഈ സസ്യബുക്കുകളേക്കാൾ മാംസബുക്കുകൾക്ക് ക്രൂരതയും അതുപോലെ അവരുടെ സ്വഭാവത്തിലുള്ള വ്യതിയാനങ്ങളൊക്കെ ധാരാളം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് കുറേ ആളുകൾ അതൊക്കെ ഉപേക്ഷിച്ചിപ്പോഴും സസ്യബുക്കുകൾ ആകാൻ തന്നെയാണ് ശീലിക്കുന്നത്. അത്യാവശ്യം ഈ ഇതും വലിയ തട്ടുകടൊന്നും ഇല്ലാതെ പോകാൻ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടത്? പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുക, ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജീവിക്കാതിരിക്കുക. പിന്നെ മറ്റൊന്നുള്ളത് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആവശ്യത്തിന് ഭക്ഷണം കഴിച്ചാൽ അത് ദഹിക്കാനുള്ള സാഹചര്യം നമ്മൾ തന്നെ ശ്രദ്ധിക്കണം, ഉണ്ടാക്കിയെടുത്തേ മതിയാവും. അതിനുവേണ്ടി ആവശ്യമുള്ള വ്യായാമം ചെയ്യണം. ഇപ്പോൾ വ്യായാമം പ്രത്യേകം ചെയ്യണമെന്നില്ല. യഥാർത്ഥത്തിൽ നമ്മൾ വീട്ടിലുള്ള കാര്യങ്ങൾ തന്നെ ചെയ്താൽ മതി. ഇപ്പോൾ ഉദാഹരണത്തിന് വ്യായാമം എന്ന് പറയുമ്പോൾ ചിലർ കളരി വിടുന്നു, ചിലർ കരാട്ടയ്ക്ക് വിടുന്നു, കുംഫുവിന് വിടുന്നു, ജൂഡോ പഠിക്കാൻ വിടുന്നു. അങ്ങനെ പലതരത്തിലുള്ള ഈ മാർഷൽ ആർട്സിലോട്ടുള്ള താല്പര്യം കാരണം രക്ഷകർത്താക്കൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. അതിന് പകരം ചെടികൾ നട്ട് വളർത്താനും കുറച്ച് കൃഷി ചെയ്യാനും അതുപോലെ തന്നെ കുറച്ച് വിറക് കീറാനും വിറക് കൊള്ളികൊണ്ട് തീ കത്തിക്കാനും അങ്ങനെ വീട്ടിൽ എന്തെല്ലാം ചെയ്ത് സഹായിക്കാൻ കഴിയുമോ അതെല്ലാം ചെയ്യുകയാണ് യഥാർത്ഥ അധ്വാനം. അത് ചെയ്താൽ മതി. അതിന് പകരം ഈ കൃത്രിമമായിട്ടുള്ള അഭ്യാസത്തിലേക്കും അതുപോലെ തന്നെ ആരോഗ്യരക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നടത്തുന്ന കായിക വിനോദങ്ങൾക്കൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. അവനവൻ്റെ ജീവിതശൈലി ഒന്ന് പരിഷ്കരിച്ചെടുക്കുക, വീട്ടിലുള്ള കാര്യങ്ങൾ തന്നെ ചെയ്യുക. അതാണ് ഏറ്റവും നല്ല അഭ്യാസം എന്ന് പറയുന്നത്. വളരെ 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 നന്ദി. വളരെ സന്തോഷം.